ഒരു മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ട്രീറ്റ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ. മൂവി തീർന്നിട്ടില്ല, എനിക്കൊന്ന് 9 AM ഷോ തുടങ്ങി. ആ ടൈമിൽ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പടം പൊട്ടി. അതെ, അത് ഡീൻ കാണിച്ചിരുന്നുണ്ട്. അതായത് പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇത് വേറെന്തോ മുൻവൈരാഗ്യം വെച്ച് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടം കണ്ടിട്ട് എന്ത് അഭിപ്രായമാണെങ്കിലും പറയാം, പടം കാണാണ്ട് ഇത് കാണരുത്, സ്ലീപ്പിംഗ് പില്ലാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇങ്ങനെ അതെല്ലാ ഫോറംസിലും വരുന്നുണ്ട്. അതിപ്പോ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആരെന്ത് പ്രൊമോഷൻ കൊടുത്താലും ഇപ്പൊ നോക്കിയോ, ഇപ്പൊ ഈ ക്യൂവിന്റെ അടിയിലുള്ള വീഡിയോയുടെ അടിയിൽ വരാൻ പോകുന്ന കമന്റുകളെല്ലാം ഇങ്ങനെയായിരിക്കും. വില്ലൻ വരുന്നു, ആ വില്ലൻ ഒരു ഗെയിമർ മോണോമാനിയൊക്കെയാണ്. അപ്പൊ അയാൾ എന്ത് കൊച്ചിൻ സിറ്റിയിൽ കാണിക്കും. എഴുത്തില് ഏറ്റവും ഹൈ മൊമെന്റ് അത് തന്നെയാണ്, പുള്ളിയുടെ ആ ക്ലൈമാക്സ് കാര്യം. എന്നെ ഇപ്പൊ മലയാള സിനിമയിൽ വിളിക്കുന്നത് പരിക്കൻ. ആള് പരിക്കനായതുകൊണ്ടല്ല, പരിക്കാണ്. ദ ക്യൂ ഷോ ടൈമിൽ ഡീനോ ഹക്കീം, വെൽക്കം. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളത്, വലിയൊരു സിനിമ ഫെസ്റ്റിവൽ സീസണിൽ റിലീസാവുന്നു, ഒരു മമ്മൂട്ടി ചിത്രം, അതിന് അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. മൾട്ടിപ്പിൾ സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു, അവിടെ പ്രധാനപ്പെട്ട സിനിമയായിട്ടാണ് ഇത് റിലീസാവുന്നത്. നിങ്ങളത്രയും എനിക്കൊരു ലോങ് ടേമിലെടുത്ത എഫേർട്ടുകൾ, ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് FD ആയിരിക്കും, ഫസ്റ്റ് ഷോ ആയിരിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ഷോ മൊമെൻറ്റ് അതിൻ്റെ തലേ ദിവസം എങ്ങനെയാണ്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കാര്യം 6 ഇയേഴ്സിന് ഒരു ശേഷമാണ് മമ്മൂക്കയുടെ ഒരു ഫെസ്റ്റിവൽ മൂവി വരുന്നത്. നമ്മൾ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മൾക്കത്. കാര്യം ഫാൻസും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം 6 കൊല്ലത്തിന് ശേഷമല്ലേ വരുന്നത്. അപ്പോൾ രാത്രി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യം ഫസ്റ്റ് ഡേ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആയിരുന്നു മൂവി കാണാൻ പോയിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഡേ നല്ല റെസ്പോൺസ് ആയിരുന്നു, നമുക്ക് നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത്, തിയേറ്റേഴ്സും എല്ലാം, സോഷ്യൽ മീഡിയ എല്ലാം. അങ്ങനെ എന്താണ്, നമ്മൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ ക്രിട്ടിക്സ് ആണെങ്കിലും ഇപ്പോൾ ഫാമിലിയും കുട്ടികളൊക്കെ നല്ലപോലെ ഏറ്റെടുത്ത് തുടങ്ങി. അപ്പം അങ്ങനെയാണ് അതിൻ്റെ റൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു, പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. രാത്രി ഒരു 3 മണി 2-2:30 എന്തൊക്കെയോ ഫോണും കളിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം എപ്പോഴാണ് ഉറങ്ങിപ്പോയത്. കാരണം രാവിലെ ഇത് എങ്ങനെ ലാൻഡ് ആയിട്ടുണ്ടെന്ന്, ഞാൻ ഡബ്ബ് മാത്രമേ കണ്ടിട്ടുണ്ടായുള്ളൂ, ഇത് എങ്ങനെ ലാൻഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ തീർച്ചയായും അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കവിതയിൽ പോയി പടം കണ്ടു. ഭയങ്കര വലിയ ചെണ്ടകൊട്ടും പരിപാടിയും, അതിനേക്കാളും വലിയ ചെണ്ടകൊട്ടാണ് ഉള്ളിൽ കിടന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര രസമായിട്ടുണ്ട്. ഭയങ്കര ഒരു മമ്മൂക്ക ഫാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ട്രീറ്റ് ആയിരുന്നു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ. ഈ ബസ് കണ്ട് ഇത് പറയുമ്പോഴേ, ഇതിൻ്റെ ഈ ബസുക്ക ജേണിയിൽ 2 പേരുടെ ബസുക്ക മൊമെൻറ്റിലും മമ്മൂട്ടി ടച്ചുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡീനോ അവിടെ ചെന്ന് കഥ പറയുന്നിടത്തുനിന്ന് സംവിധാനം ചെയ്യാൻ പറയുന്നതും 3 പേര് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഹക്കീമിനെ മമ്മൂക്ക ചൂസ് ചെയ്യുന്നത്, മമ്മൂട്ടി ടച്ച് ഇതിലുണ്ട് 2 പേരുടെ പ്ലേസ്മെന്റിലും. ആ മൊമെന്റുകൾ ശരിക്കും എങ്ങനെയാണ്? നമ്മുടെ ഇതിൻ്റെ അകത്ത് സണ്ണി വർഗീസ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്, അതാണ് നമ്മുടെ ഹക്കീം ചെയ്തത്. അപ്പം അതിൻ്റെ നമ്മൾ ആ ടൈമിൽ കുറേ ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കിയായിരുന്നു, കുറേ ആർട്ടിസ്റ്റ് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ പല ഇഷ്യൂസ് കാരണം അത് ഏറ്റവും അവസാനം ചെയ്യാനിരുന്നത് നമ്മുടെ ഷൈൻ ടോം ചാക്കോണ് ചെയ്യായിരുന്നു. പുള്ളിയുടെ ഡേറ്റ് ഇഷ്യൂസ് കാരണം പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷൻ്റെ ഇടയിലാണ് മമ്മൂക്ക പറഞ്ഞത് ഇങ്ങനെ ഹക്കീം നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പം എനിക്ക് മമ്മൂക്ക പ്രണയവിലാസം കണ്ടു, അപ്പം ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനീഷ്യലി എനിക്ക് ഹക്കീമിനെ അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ മമ്മൂക്കിനോട് വേണോ എന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഇല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ ഓൾഡ് ക്യാരക്ടർ സൂപ്പറാണ്, അപ്പോൾ ഹക്കീം ആണെങ്കിൽ വർക്ക് ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹക്കീമിന് ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റൊക്കെ കൊടുത്തിട്ട് ഹക്കീം അത്. അപ്പം ഈ ഗെയിമർ എന്നുള്ള ഒരു ക്യാരക്ടറാണല്ലോ ഹക്കീമിൻ്റെ. ഹക്കീം അത്ര ഗെയിമിംഗ് ആയിട്ട് അത്ര യൂസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നില്ലെന്ന്. പക്ഷെ ഇപ്പൊ അപ്പം ഹക്കീം എനിക്ക് തോന്നുന്നു അതിന് എന്തോ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാരക്ടർ പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഹക്കീം ബോഡി ലാംഗ്വേജും അതിൻ്റെ ക്യാരക്ടറിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഹക്കീം എടുത്തായിരുന്നു. അങ്ങനെ ഹക്കീം ഒന്ന് ഫസ്റ്റ് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അങ്ങനെ ഹക്കീം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് തോന്നി. മമ്മൂക്കയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാനപ്പോൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് താങ്ക് യു എന്നെ സജസ്റ്റ് ചെയ്തതിൽ നിന്ന് എനിക്ക് പറയാനൊരു മടി. ഇവിടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മമ്മൂക്ക അടുത്ത് പറയാനൊരു മടി. അപ്പം ഞാനൊന്നും അറിയാതെ ഇങ്ങനെ ഭയങ്കര പൊട്ടം കളിച്ച് അവിടെ ഇരിക്കുക. കാരണം ഒരുമിച്ചിരിക്കണമല്ലോ ത്രൂ ആയിട്ട്. അപ്പോൾ ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ മുഖത്ത് പോലും നോക്കുന്നില്ല. ഞാനിങ്ങനെ താഴോട്ട് നോക്കിയിരിക്കുകയോ സ്ക്രിപ്റ്റ് നോക്കിയിരിക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്തിങ്ങനെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ ഒരു മൊമെന്റിൽ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ പ്രണയവിലാസം എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട്
അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ആ പടം കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്, അതെങ്ങനെയാണ് അത് പിടിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ പടം കണ്ടതുകൊണ്ടാണ് താനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം. താങ്ക് യു. അങ്ങനെ അത് ഭയങ്കര ഒരു എന്താ പറയാ, നന്നായിട്ടുണ്ടെന്നൊക്കെ പുള്ളി പറയും. അത് കഴിഞ്ഞിട്ട് എത്ര അവാർഡ് കിട്ടിയാലോ എത്ര അപ്രിസിയേഷൻ കിട്ടിയാലോ അതിന്റെ അത്രയും വരൂല. ഭയങ്കര ഈ ഡീനോന്റെ മൊമെന്റും എനിക്ക് തോന്നുന്നു സിനിമയുടെ പ്രീ റിലീസിൽ ഏറ്റവും കൂടുതൽ മമ്മൂക്ക കുറച്ച് നാൾക്ക് മുന്നേ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞ ഒരു പോർഷൻ ആയിരുന്നു കഥ പറയാൻ വന്നതും. അതൊരിക്കും ഇങ്ങനെ, കാരണം കുറെ നാള് വെയിറ്റ് ചെയ്തിട്ടല്ലേ അകത്തോട്ട് ഒരു എൻട്രി കിട്ടുന്നത്. അത് ശരിയാ, ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരുന്നു ആ ടൈമില്. അപ്പോൾ നമ്മൾ മമ്മൂക്കിനെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക് ഇത് പറഞ്ഞത് ആക്ച്വലി ഏറ്റവും വലിയൊരു അവാർഡ്. കാര്യം മമ്മൂക്ക് എനിക്കൊന്ന് ബ്ലെസ്സി സാറിനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ പറയുന്നു. അതെനിക്ക് ഭയങ്കര അവാർഡായിരുന്നു. പിന്നെ ഫസ്റ്റ് ഡേയുടെ കാര്യം ചോദിച്ചപ്പോൾ, ഫസ്റ്റ് ഡേയിൽ നമ്മൾ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോൾ മൂവി തീർന്നിട്ടില്ല, എനിക്കൊന്ന് 9 AM ഷോ തുടങ്ങി. ആ ടൈമിൽ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പടം പൊട്ടി. അതെ, അത് ഡീൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് പടം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേ ഡീന്റെ മെസ്സേജാണ് പടപടാന്ന് വന്നുകൊണ്ടിരിക്കുക. തീരുന്നതിന് മുന്നേ തന്നെ ഡീന്റെ മാനസികമായി ഭയങ്കര ടെൻഷനായി പോയി. ഞാൻ ഇങ്ങനെ കാണിച്ചു, എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, അപ്പൊ ഇനി ഷോ കഴിഞ്ഞോ വേറെ എവിടെയെങ്കിലും, അതാണ് ടെൻഷൻ. അപ്പൊ നമ്മൾ എങ്ങനെ ഒരിക്കലും പോസിബിൾ ഇല്ല, കാരണം ഇതാണ് ഏറ്റവും ആദ്യത്തെ ഷോ, ഇത് തീർന്ന്. അപ്പോൾ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കസിനോട് പറഞ്ഞു ടെൻഷനായിട്ട്, നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പടം തീർന്നിട്ടില്ലല്ലോ, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ അക്കീമിന്റെ അടുത്തും പറഞ്ഞു, അക്കീം ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, എന്ത് ചെയ്യും. വെറുതെ പറയണ ആൾക്കാര് ഇങ്ങനെ മാനസികമായി തളർത്താൻ വേണ്ടി എന്തോ മുൻവൈരാഗ്യം വെച്ച് പറയുമ്പോൾ മേലാ സിനിമ എടുത്തു പോരെന്നൊക്കെ പറഞ്ഞാൽ വന്നേ. ഞാൻ ടെൻഷനായി, വേറെ ഷോസ് ഒക്കെ കഴിഞ്ഞ് കാണും, അപ്പൊ പിന്നെ അടി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ടെൻഷനിൽ അവിടെ ഇരിക്കുന്നത്. കവിതയിൽ ഇത്രയും അതിന്റെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റെസ്പോൺസ് വന്നത്. അപ്പൊ ഫസ്റ്റ് നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അല്ലേ ചില അത് എല്ലാ സിനിമയിലും സംഭവിക്കുന്ന പോലെ എന്താ ഡീഗ്രേഡിങ് ചില പാർട്ട്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒപ്പത്തിനൊപ്പം ഇറങ്ങുന്ന പടങ്ങളിൽ ഇപ്പൊ ബാക്കിയുള്ള പടങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കി ബാക്കിയുള്ള പടത്തിന് ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ കമ്പയർ ചെയ്ത് ഡീഗ്രേഡിങ് ഇടും. പക്ഷെ അതുപോലല്ല ഈ പടത്തിന് സംഭവിക്കുന്നത്. വേറെന്തോ മുൻവൈരാഗ്യം വെച്ച് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ആ ടൈമില് അല്ല, നേരത്തെ മറ്റേ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ക്ലിയർ ചെയ്ത പ്രശ്നമായിരുന്നു. സ്റ്റിൽ അത് പിന്നെയും അത് ആക്ച്വലി ആളുകൾക്ക് അങ്ങനെ അറിയത്തില്ല എന്താ സംഭവം എന്ന്. മെയിൻലി അതൊന്നുമില്ല. ഞാൻ വീട്ടിൽ ഒരു ദിവസം വന്നിരുന്നിട്ട്, അതായത് എൻ്റെ ഫാദർ ആക്ച്വലി 100 സിനിമ എഴുതിയാണ്. അപ്പം എൻ്റെ ഫാദറിൻ്റെ കരിയറിൽ ഒരു 50% ആൾക്കാരും, അതായത് ന്യൂ കമ്മർ ഡയറക്ടേഴ്സിന് കുറേ അവസരം കൊടുത്തിട്ടുള്ള ആളാണ് എൻ്റെ ഫാദർ. ഒരുപാട് ആർട്ടിസ്റ്റിനും കുറേ അവസരം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളെ നായകന്മാരായിട്ട് പ്ലേസ് ചെയ്ത് മൂവി ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനാണ്, സിദ്ദിഖേട്ടൻ, ബാബു ആന്റണിനെ വെച്ച് 10 പടത്തിന് മേലെ നായകനായിട്ട് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് ഫാദറിന്റെ പടത്തിൽ. അപ്പൊ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലിജോ ചേട്ടൻ്റെ ഫാദർ ഉണ്ട് പല്ലിശ്ശേരി. പുള്ളി ആക്ച്വലി ആ ടൈമിൽ ആക്ടറായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫാദറിന്റെ പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി എപ്പോഴും പുതിയ റിലീസസ് വരുമ്പോൾ ഫാദറിന്റെ വീട്ടിൽ വരും. അങ്ങനെ അതായത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് പറയും, ഇങ്ങനെ പപ്പനോട് സംസാരിച്ചിട്ട് പറയും എന്തെങ്കിലും റോൾ എന്ന് പറയുമ്പോൾ അപ്പം മിക്ക സിനിമയിലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ആംഗിളായിട്ടും ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്ന ടൈം ഉണ്ടായിരുന്നു ഫാദറിനൊക്കെ. അപ്പോൾ ഇതേപോലെ ലിജോ ചേട്ടനെ നമ്മൾക്ക് നല്ലപോലെ അറിയാം. ലിജോ ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞവല്ലാതെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫാദറായിട്ട് ഒരു തല്ലുകൊടുത്ത് നടന്നുകൊണ്ടിരിക്കുക വീട്ടിലൊരു കാഷ്വൽ ആയിട്ടുള്ള. അപ്പം ഞാനിങ്ങനെ ഫോണിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തിറക്കാം. ഫോണിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൈ തട്ടി ആക്ച്വലി ഒരു പോസ്റ്റ് അങ്ങ് പോയി. അത് ആക്ച്വലി ഞാൻ ഷെയർ ചെയ്തില്ല, അതായത് ഏതൊരാളുടെ ഒരു പോസ്റ്റ് ഷെയർ ആയിപ്പോല. ഞാനിത് അറിഞ്ഞില്ല, ഞാനിത് ഷെയറായി ഇതവിടെ ഇരുന്നു. പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു, എൻ്റെ ഒരു കസിൻ്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പോസ്റ്റ് ഷെയർ ആയിട്ടുണ്ട്, നീ എന്തിനാ ഇട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ത് പോസ്റ്റ്, ഞാൻ ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കിയപ്പോൾ 2 മിനിറ്റ് ആയത് പോസ്റ്റ് പോയിട്ട്. ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് ആക്ച്വലി വാല്യൂമിന് ഇറങ്ങിയ സമയത്ത് ലിജോ ചേട്ടനെതിരെയുള്ള ഒരു പോസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ലാലേട്ടനെതിരെയല്ല, ലിജോ ചേട്ടൻ ഷിബു ബേബി ജോണിന്റെ എന്തോ ഇഷ്യൂ. ഇത് പോയി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. ആ ടൈമിൽ ഞാൻ കാര്യമാക്കുന്നില്ല, അറിയാണ്ട് പോയതാണല്ലോ. അപ്പോൾ ഞാനപ്പോൾ തന്നെ എൻ്റെ പപ്പനോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ ഒരു സാധനം ഷെയർ ആയിപ്പോയി. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഡിലീറ്റ് ചെയ്യില്ല, ഇഷ്യൂക്ക് വരും എന്ന് പറയും. ഞാനപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് വേറൊരു പോസ്റ്റ് ഇട്ട് അറിയാണ്ട് പോയതാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്ത് കുഴപ്പമില്ല. ഇതൊരു ഈവനിങ് ടൈം ഒരു 7 മണിയായപ്പോൾ ഫുള്ള് തെറിവിളി തുടങ്ങി. ഭയങ്കര സൈബർ അറ്റാക്ക്.
അപ്പം എനിക്കന്ന് പാനിക്, ഞാനിങ്ങനെ ഇൻ്റർവ്യൂസിലൊന്നും ഇരിക്കാറില്ല സാധാരണ, ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പം എനിക്കിങ്ങനെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള, ഞാൻ വിചാരിച്ചു ഓഫ് ഇത് എനിക്ക് തലവേദനയാവില്ല, ഫുള്ള് തെറിയായി. അപ്പം എനിക്ക് ഭയങ്കര പാനിക്കായ സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ലോക്ക് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ പപ്പയുടെ അടുത്ത് പോയി. അപ്പോൾ പപ്പ ആ ടൈമിൽ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. പുള്ളി അപ്പോൾ FBയിൽ ആക്റ്റീവ് ആയിരുന്നു. പുള്ളീനെ അങ്ങ് നല്ല ചീത്തവിളിയായിരുന്നു, ഫുള്ള് ഭയങ്കര ചീത്തവിളിയായിരുന്നു. ചീത്തവിളി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാനെടുത്ത് അത് ഡീആക്ടിവേറ്റ് ചെയ്തു. പിന്നെ എൻ്റെ മമ്മീനെയൊക്കെ ഭയങ്കര ചീത്തവിളിയായിരുന്നു. അങ്ങനെ അത് ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. 3-4 ദിവസം ഭയങ്കര അറ്റാക്കൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ ജോർജേട്ടൻ, നമ്മുടെ ജോർജൻ എന്നെ നീട്ടാണോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇട്ടല്ലേ, ഇത് അറിയാണ്ട് പോയി, ആരെങ്കിലും ഇടുക ഇങ്ങനെ പ്രത്യേകിച്ച് ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാൾ ഒരിക്കലും. കാര്യം നമ്മൾ ലാലേട്ടനെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആൾ, എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടേഴ്സാണ് ലാലേട്ടൻ. ലാലേട്ടനും നമ്മൾക്ക് എന്നും, അതും ലിജോ ചേട്ടനും ഇത്രയും എനിക്കൊരു ഫേവറേറ്റ് ഡയറക്ടറാണ് എൻ്റെ പുള്ളി. അപ്പോൾ അത് മാത്രമല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതൊക്കെ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ ലാലേട്ടനോടാണെങ്കിലും ഇപ്പൊ ലിജോ ചേട്ടാ എനിക്ക് അറിയാൻ പാടില്ല ഇതിങ്ങനെ സംഭവിച്ചാൽ അവർക്ക് മനസ്സിലാവും. പോട്ടടാന്ന് പറയും. ഇപ്പൊ നമ്മുടെ പടത്തിനെല്ലാം ഷെയർ ചെയ്ത് ലിജോ ചേട്ടനൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് ഈ സൈബർ ബുള്ളിങ് റെഡി ആയിട്ടിരിക്കുന്ന ആളുകള് ഭയങ്കര മര്യാദയില്ല. ഞാനൊന്ന് ലിജോ ചേട്ടനെ വിളിച്ചു രാത്രി, ഇങ്ങനെ ഒരു സംഭവം ഷെയർ ആയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കൈ വീത് പോയതാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞു അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട എന്നോട് പറഞ്ഞു. പുള്ളിനോടൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ഇതെന്ന് വെച്ചാൽ ബസൂക്ക ചെയ്യുന്നതുകൊണ്ടാണ് ഇഷ്യൂ വന്നത്. പിന്നെ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും, ഞാൻ അവിടെ അതൊരു ലാലേട്ടൻ മൂവി, ഞാനിവിടെ മമ്മൂക്കയുടെ മൂവി, എനിക്ക് അത്ര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ രണ്ടുപേരെയും ലിജോ ചേട്ടനെയാണ് നമ്മൾക്ക് അറിയാം. പിന്നെ ഒരിക്കലും നമ്മൾ ആരും അങ്ങനെ ഇടത്തില്ലല്ലോ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആരും. അതും എനിക്ക് ഫാദറിന്റെ ഇങ്ങനെ ബേസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇടത്തൂല്ല. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ ഞാൻ എഴുതിയിട്ടാൽ മതിയല്ലോ, വേറൊരാള് എന്തോ ചീത്ത പറഞ്ഞിരിക്കുന്നത് ഷെയർ ചെയ്യുന്ന അത്രയും കാര്യം ഞാൻ ഇതുവരെ ഒരു മൂവിക്ക് റിവ്യൂ പോലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇട്ടിട്ടില്ല. അങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ അത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ അന്ന് ക്ലിയറും ചെയ്തു. പക്ഷെ അത് ഇപ്പോഴും അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇപ്പോഴും അതെ അത് ഇപ്പോഴും ഭയങ്കര സൈബർ ബുള്ളിങ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇല്ല അത് ഭയങ്കരമായിട്ടുണ്ട്, കാണുന്നില്ലേ നിങ്ങൾ? ദേഷ്യം കിടക്കുന്നുണ്ട്. അതാണ് പടം റിലീസ് ആവണം മുന്നേ തന്നെ നിനക്കിട്ട് ഞാൻ പണിവിടാൻ. അതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ഡേ നല്ല റിവ്യൂസ് വന്നിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഏതോ യൂട്യൂബ് എന്തൊക്കെയോ ഇട്ടെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഏറ്റുപിടിച്ചിട്ടായി പിന്നെ ഇതിനെ വെച്ചിട്ട് അറ്റാക്ക് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലാണ് അതിന്റെ അറ്റാക്ക് പോയിക്കൊണ്ടിരുന്നത്. അതായത് പടം കാണരുതെന്ന് പറഞ്ഞിട്ടാണ് അറ്റാക്ക്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ എന്തോ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പടം കാണുക, ആദ്യം പടം കണ്ടിട്ട് വർക്ക് ആയില്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. പടം കാണാണ്ട് അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ്സ് ഇടുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. കാര്യം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെടുത്ത സിനിമയാണ്, എല്ലാവരും കഷ്ടപ്പെട്ട സിനിമ എടുക്കുന്നത്. പക്ഷെ പടം കണ്ടിട്ട് എന്ത് അഭിപ്രായം വേണമെങ്കിലും പറയാം. പടം കാണാണ്ട് ഇത് കാണരുത്, സ്ലീപ്പിംഗ് പില്ലാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ഇങ്ങനെ അതെല്ലാ ഫോറംസിലും വരുന്നുണ്ട്. അത് ഹക്കീമിന്റെയും ഇതിൻ്റെ അകത്തും വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതല്ലേ ഇങ്ങനെ പടം കാണരുത് എന്നുള്ള ആ ഒരു ക്യാമ്പയിനിങ് ഭയങ്കരമായിട്ടുണ്ട്. അതിപ്പോ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആരെന്ത് പ്രൊമോഷൻ കൊടുത്താലും ഇപ്പൊ നോക്കിയോ, ഇപ്പൊ ഈ ക്യൂവിന്റെ അടിയിലുള്ള വീഡിയോയുടെ അടിയിൽ വരാൻ പോകുന്ന കമന്റുകളെല്ലാം ഇങ്ങനെയായിരിക്കും. ഇത് ഞാനിത് ആക്ച്വലി ക്ലിയർ ചെയ്യാണ്ട് വിട്ട ഒരു സംഭവമാണ്. കാര്യം എനിക്കത് താല്പര്യമില്ല ചർച്ച ചെയ്യാൻ വേണ്ടി. കഴിഞ്ഞ എപ്പിസോഡാണ്, പിന്നെ ഇത് ആളുകൾ അറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിപ്പോ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഇപ്പൊ ഇത്രയും പറഞ്ഞ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബസൂക്കിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ ബസൂക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ഒരു ജോണറെ കൂടെയാണല്ലോ. ഈ ഗെയിമിംഗ് പാർട്ട് ഓഫ് ലൈഫാണ് മെജോറിറ്റിയുടെ ഇപ്പോൾ പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പില്. അതിലൊരു സിനിമാ സാധ്യത പുറത്തെ സിനിമകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ അതിന്റെ സാധ്യതകളെ പറ്റി നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ആലോചിച്ചിട്ടുണ്ട്, പലരും ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു ഫീച്ചർ ഫിലിമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് കൈൻഡ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് പുതിയ ജോണറെ. ബസൂക്കയുടെ ഫസ്റ്റ് ഐഡിയ എന്താണ്? ഈ ഒരു ജോണർ ബ്ലെൻഡിങ് എന്നൊക്കെ പറയുന്ന പോലെ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് അത് കണക്ട് ആവോ, ഇത് വർക്ക് ആവോ, ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അതായത് ബസൂക്ക ആക്ച്വലി ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാം. അതിൻ്റെ അകത്ത് ഗെയിമിംഗ് ബാക്ക്ഡ്രോപ്പിലാണ് മൂവി പോകുന്നത്. അപ്പം നമ്മൾ ഗെയിമിംഗ് പറഞ്ഞ പോലെ നമ്മളധികം ഇന്ത്യൻ സിനിമേസിൽ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ബാക്ക്ഡ്രോപ്പ് വരുന്ന ഒരു വില്ലൻ വരുന്നു. ആ വില്ലൻ ഒരു ഗെയിമർ മോണോമാനിയക്കാണ്. അപ്പം അയാൾ എന്ത് കൊച്ചിൻ സിറ്റിയിൽ കാണിക്കും, ഇതൊക്കെയാണ് ഇതിൻ്റെ ത്രെഡ് പോകുന്നത്. അപ്പം ഗെയിമിംഗ് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അത് കൊണ്ടുവന്ന് നല്ലതായിരിക്കും എന്നൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നമ്മളത് പ്ലാൻ ചെയ്തപ്പോൾ. മമ്മൂക്കിനോട് പറഞ്ഞപ്പോൾ മമ്മൂക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഗെയിമിംഗ് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഇഷ്യൂസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഗെയിമിങ്ങിനെ കുറിച്ച് അറിയണം എന്നില്ല. ഞാൻ ആക്ച്വലി ഭയങ്കര ഗെയിമർ അല്ല, എനിക്ക് ത്രെഡാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. പക്ഷെ നമ്മളിത് ആദ്യം വർക്ക് ചെയ്തെടുത്തപ്പോൾ നമ്മളുടെ ഒരു പ്ലാനിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ
ഈ ഗെയിമിംഗ് എല്ലാവർക്കും അറിയത്തില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഗെയിമിംഗ് ആക്ച്വലി റൈറ്റിങ്ങിൽ കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിലും സംഭവം ഇത്തിരി സിമ്പിളായിട്ട് ആളുകളെ പ്രസന്റ് ചെയ്യണം എന്നായിരുന്നു. അതായത് എല്ലാ ഗെയിംസും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടെമ്പിൾ റൺ, പിന്നെ മാരിയോ, പിന്നെ പാമ്പും കോണി. അപ്പോൾ റൈറ്റിങ്ങിൽ കോംപ്ലക്സ് ആണെങ്കിലും നമ്മൾ ആ സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അത് പോയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ മമ്മൂക്ക ഇതിൻ്റെ അകത്ത് ഓഡിയൻസ് പെർസ്പെക്റ്റീവിലാണ് പല കാര്യം ചോദിക്കുന്നത്. ഇപ്പൊ ഹക്കീമിനോട് മമ്മൂക്ക ഈ സിനിമയിൽ കുറെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അതെ, അത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ സാധാരണക്കാരന് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പൊ എല്ലാവർക്കും ഗെയിമിംഗ് അറിയത്തില്ല. അപ്പൊ എന്താണ് അതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു അവതാർ നെയിം എന്താണെന്ന് നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ചോദിക്കുന്നത്. അത് കാണുന്ന ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവ് ആണ്, അവർക്ക് എന്താണ് അവതാർ നെയിം അറിയാൻ പറ്റില്ല. അപ്പൊ ഹക്കീം അത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ പാമ്പും കോണി, ആ പാമ്പും കോണിയും എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ്. പിന്നെയുള്ള നമ്മൾ ചെറിയ ചെറിയ ഗെയിംസ് കാണിച്ചിരിക്കുന്നത് അതും അധികം കോംപ്ലക്സ് ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത് മൂവിയിൽ. അതായത് മോർട്ടൽ കോമ്പാക്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ചില കാറ്റഗറി ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അതും നമ്മൾ സിമ്പിൾ വേയിലൂടെ ആളുകളിലോട്ട് എത്തിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ അത് ഗെയിമിംഗ് ത്രെഡ് വരുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് വന്നപ്പോൾ ഇനീഷ്യലി നമ്മൾക്ക് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കാണിക്കുന്ന ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, അതായത് ക്ലൈമാക്സ് ബേസ് പിടിച്ചിട്ട് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അതെ അതിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ആദ്യം ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, ഇവരുടെ എല്ലാവരുടെയും ഹക്കീമിന്റെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടറൈസേഷൻ വരുന്നുണ്ട്, ഗൗതം സാർ എന്താണെന്ന് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി ബസ്സിലാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് പോർഷൻസ് നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ സിനിമയിൽ നമ്മളുടെ പ്രൊട്ടഗണിസ്റ്റിന് ആ ബസ് യാത്രയാണ് അതിൻ്റെ അകത്ത് പുള്ളിക്കൊരു കാര്യത്തിന് വേണ്ടി ആവശ്യം. പുള്ളി പറഞ്ഞ പോലെ ഭയങ്കര മാസ്റ്റർ ബ്രെയിൻ, ബുദ്ധിരാക്ഷസൻ എന്ന് പറയാം. പുള്ളി തെരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ആ ബസ് യാത്ര. അപ്പോൾ ആ ബസ് യാത്ര പുള്ളി മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ആ നടക്കുന്ന തന്നെ ആ സ്റ്റേജിങ് അങ്ങനെയാണ്. നമ്മുടെ സ്ക്രിപ്റ്റിലും നമ്മുടെ സിനിമയിലെല്ലാം ആ സ്റ്റേജിങ് അങ്ങനെ പോകുന്നത്. പുള്ളി ബസ്സിൽ ഇരുന്നിട്ടാണ് പുള്ളിയുടെ ഓപ്പറേഷൻസ് എല്ലാം. ഇത് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ അത് മാറും. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഈ സെയിം സിറ്റുവേഷൻ വേണമെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ ചെയ്യാം, ഫ്ലൈറ്റിന്റെ ഉള്ളിലായി, പിന്നെ ട്രെയിനിൽ ചെയ്യാം. നമ്മളുടെ ഡിസ്കഷനിൽ നമ്മൾ തോന്നിയെന്ന് വെച്ചാൽ ബസ് ആകുമ്പോൾ നമുക്ക് പല ഹോൾട്ടിംഗ് പോയിന്റ്സ് കാണിക്കാൻ പറ്റും. നമുക്ക് റോഡിലൊരു ഫൈറ്റ് ഉണ്ട്, അപ്പോൾ ഫൈറ്റിന് അത് ഉപയോഗപ്പെടും. അപ്പോൾ പിന്നെ ഈ സൈഡ് നമ്മുടെ ബാക്കിലുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ട്രെയിനിലാണെങ്കിൽ ഒരു കൂപ്പെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും, ഫ്ലൈറ്റിലാണെങ്കിലും റീച്ച് ഉണ്ട്. ബസ്സിലാകുമ്പോൾ അതിനൊരു കണക്ഷൻ ഉണ്ടാവും, കുറച്ചുകൂടെ ക്ലോസ് ആയിരിക്കും. അപ്പൊ അതാണ് ബസ് യാത്ര ക്രിയേറ്റ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള ബഡ്ജറ്റും എല്ലാം വെച്ചിട്ടാണ് അത് ചെയ്തത്. ഈ മമ്മൂക്ക എടുത്തപ്പോ ഇത് നറേറ്റീവിലാണല്ലേ, മമ്മൂക്ക എത്രമാത്രം അപ്ഡേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഗെയിമിംഗ് ഒക്കെ ഈ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയുടെ റിയാക്ഷൻ ആയിരിക്കും എന്താണ് അതിലോട്ട്? ഇപ്പൊ ഞാൻ സബ്ജക്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് അവതാർ നെയിമാണ് വരുന്നത്. പുള്ളി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവതാർ നെയിം എന്താണ്. അപ്പൊ എനിക്ക് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാര്യം മമ്മൂക്കയ്ക്ക് അതൊക്കെ അറിയാം. പിന്നെ ചില ഗെയിംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മമ്മൂക്ക ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട്, നമുക്ക് ഗൂഗിൾ ചെയ്യും കഥ പറഞ്ഞിട്ട്, എന്നിട്ട് ആ ഗെയിമൊക്കെ ഇങ്ങനെ നോക്കും, ചെക്ക് ചെയ്ത് നോക്കും ഇതെന്ത് ഗെയിം, ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി. പുള്ളിയും ആക്ച്വലി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ മമ്മൂക്കിന്റെ അത് ഗെയിം കളിക്കുന്ന പോലത്തെ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഒരു ഗെയിമർ ഉണ്ടായിരുന്നു നമുക്ക് ഹെൽപ്പിന്, പുള്ളിനെ വെച്ചിട്ടാണ് കീസ് ഒക്കെ പഠിപ്പിച്ചത്. മമ്മൂക്കൊക്കെ അറിയാം, മിക്ക ഗെയിംസും പരിപാടികളൊക്കെ അറിയാം, ജസ്റ്റ് ഒരു ഗൈഡൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അക്യുവിന്റെ അടുത്ത് വരുവാണെങ്കിൽ ഈ പറയുന്ന പോലെ തോളോട് തോൾ ചേർന്ന് ഒരുമിച്ചിരുന്ന് അഭിനയിക്കുക, അതായത് ലെങ്തി സീക്വൻസുകൾ ഉണ്ട്. വേറെ ആർക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളത്തിൽ ഉണ്ടാവോ എനിക്കറിയില്ല. അതായത് 10-15 ദിവസം മുട്ടി ഒരുമിച്ചിരുന്നു. അയ്യൊന്ന് സിനിമ ഓരോ പോയിന്റിലും ഇന്ത്യ കച്ച് കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്നത് ഇവരിലോട്ട് തന്നെയാണ്, നിങ്ങളോട്ട് തന്നെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കോൺവെർസേഷൻസ്. ഈ മമ്മൂട്ടി മൊമെന്റുകൾ ശരിക്കും എങ്ങനെയാണ്? ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തേലും ഒരു ടോപ്പിക്ക് നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിങ്ങനെ പിടിച്ച് പറഞ്ഞു പിന്നെ ഒരു മറ്റേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പോലെ ഞങ്ങളെല്ലാവരും ഷൂട്ടൊക്കെ നിർത്തി ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് 25 മിനിറ്റ് കഴിയുമ്പോൾ മതി ഷൂട്ട് തുടങ്ങും. ലൈക്ക് അത്ര വലിയ യൂണിവേഴ്സിറ്റി അല്ലേ പുള്ളി, എവിടെ നിന്നോട്ട് ഉള്ള എക്സ്പീരിയൻസ്. ഫിലിം കഴിഞ്ഞ് ഇത് വന്ന്, ഡിജിറ്റൽ വന്ന്, കളർ വന്ന്, അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങൾ. പല സിനിമകളും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പണ്ടെന്തോ കണ്ട സിനിമയോ ഇല്ലെങ്കിൽ കേട്ടിട്ടുള്ള സിനിമകളോ ഓർമ്മ പോലും ഉണ്ടാവില്ലായിരിക്കും നമുക്ക്. ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതൊരു ഞാനൊന്ന് ജനിച്ചിട്ട് പോലും ഇപ്പൊ ഏതൊരു പറഞ്ഞപ്പോഴത്തേക്കും അത് 80കളിൽ എന്താ പറയുമ്പോൾ ഞാനൊന്നും ജനിച്ചിട്ടില്ല സമയപ്പോഴത്തേക്കും അങ്ങനെ പറയരുത്. അതിന്
നീ കുറച്ചും കൂടെ സ്റ്റുഡിയസ് ആയിട്ട് ഇതൊക്കെ കാണണം, ഇതിങ്ങനെ പഠിക്കണം, അക്കാഡമിക് ലെവലിൽ ഇതൊക്കെ അറിയേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒന്നും അല്ല നമ്മൾ പുള്ളിയുടെ മുന്നിൽ, ഒന്നും പറയാനും ഇല്ല, വെറുതെ കേട്ടിരിക്കുക, കേട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അക്കീമിന്റെ ടേക്ക് അവേ പോലെ PS5 വാങ്ങുന്നു. അതെ, ബസൂക്ക കഴിഞ്ഞ് ഞാൻ അപ്പൊ തന്നെ പോയി PS5 വാങ്ങി. ഞാനിപ്പോ ഒരു വർഷമായിട്ട് അതിനകത്ത് അഡിക്റ്റാ. ഇല്ല, മമ്മൂക്കയും ആക്ച്വലി ബ്രേക്ക് ടൈമിലൊക്കെ ഗെയിം കളിക്കുന്നുണ്ട്. ഞാനും മമ്മൂക്കയും കൂടെ ഒരുമിച്ചിരുന്ന് ബേർഡ് ഗെയിംസ് ഒക്കെ കളിക്കും. ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ 1-2 വാക്ക് ഞാൻ പറയും, ഇപ്പൊ പുള്ളി ബാക്കി ഫില്ല് ചെയ്യുക, അങ്ങനെ ഭയങ്കര രസമാണ്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള, സിനിമയിൽ തന്നെ ബസൂക്ക എന്ന് പറഞ്ഞ ഗെയിമായിട്ട് കാണിക്കുന്ന വിഷ്വൽസ് ഉണ്ടല്ലോ, പല ലെവൽസ് ആയിട്ട് വരുന്നത്, അത് നിങ്ങൾ ഇതിനു വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്താണ്? കസ്റ്റമൈസ്ഡ് ഗെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പൊ ഇനീഷ്യലി മമ്മൂക്കയും നമ്മള് ഡിസ്കഷനിൽ ഇരുന്നപ്പോൾ ഈ ഗെയിം ഇത് കണക്ട് ആവോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതാണ് ഞാൻ അധികം അത് കോംപ്ലക്സ് ആക്കാണ്ട് ഗെയിമിംഗ് എല്ലാം സിമ്പിൾ ആക്കി കൊണ്ടുപോയത്. അപ്പൊ അതെനിക്ക് തോന്നുന്നു 80% ഓഡിയൻസിന് അത് കണക്ട് ആവും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കോംപ്ലക്സ് ആയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ഹാക്കിംഗ് സീക്വൻസ് ഉണ്ട്. അതാണ് അത് ക്ലൈമാക്സ് വരുമ്പോൾ ഒരു ഹാക്കിംഗ് സീക്വൻസ്, അതാണ് ഇച്ചിരി അതിൻ്റെ അകത്ത് പ്രോബബിലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ടെക്നിക്കൽ പരിപാടിയുണ്ട്. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മനസ്സിലാവാത്ത രീതിയിൽ വന്നിരിക്കുന്ന പരിപാടികൾ. പക്ഷെ അതും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ അത് മനസ്സിലാവും. എനിക്കൊന്ന് സിനിമ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തൊട്ട് തന്നെ ഇപ്പോഴും ആളുകൾ പറയുന്നതിൽ ലാസ്റ്റ് 20 മിനിറ്റ്സ് അതിനുള്ളൊരു വെയിറ്റേജ് ഉണ്ട്. റിവീലിംഗ് പോയിന്റ്സ് എല്ലാം അവിടെയാണ്, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എസ്റ്റാബ്ലിഷിംഗ് എല്ലാം ക്ലിയർ ചെയ്യുന്ന ഏരിയ അവിടെയാണ്. ഇത് എഴുത്തിൽ ഹൈ കിട്ടിയ മൊമെന്റ് ആയിരിക്കാം, നരേഷനിൽ ഹൈ കിട്ടിയ മൊമെന്റ് ആയിരിക്കാം, ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ ഒരു പറയുന്ന പെർട്ടിക്കുലർ ലാസ്റ്റ് 20 മിനിറ്റ്സ് അവിടെയുള്ള ക്യാരക്ടറിന്റെ വേറെ കൈൻഡ് ഓഫ് പെർഫോമൻസ് ഏരിയാസ്, ടെക്നിക്കൽ കാര്യങ്ങൾ, ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഫൈനലി ഇത് എഡിറ്റ് കഴിഞ്ഞ് കാണുന്നത് എങ്ങനെയാ ശരിക്കും? അതായത് ഇപ്പൊ പറഞ്ഞ പോലെ എഴുത്തില് ഏറ്റവും ഹൈ മൊമെന്റ് അത് തന്നെയാണ്. കാര്യം പുള്ളിയുടെ ആ ക്ലൈമാക്സ് കാര്യം, അത് എല്ലാവർക്കും സിനിമ കാണുന്നവർക്ക് അതിപ്പോ സ്പോയിലറാണത്. പക്ഷെ അത് സിനിമ കണ്ടു കഴിയുമ്പോൾ അത് അറിയാൻ പറ്റും. നമ്മൾ അതിന് കൊണ്ടുവന്നിരിക്കുന്ന അതിന് നല്ല എഫേർട്ട് എടുത്തിട്ട് അത് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ സ്റ്റൈലിംഗ് ആണെങ്കിലും പുള്ളിയുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും, കോസ്റ്റ്യൂംസും നമ്മൾ കുറെ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു വൈറ്റിൽ കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിന് നമ്മൾ ദുബായിൽ നിന്നൊക്കെയാണ് കോസ്റ്റ്യൂംസ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഹെയർ സ്റ്റൈല്, പുള്ളി വെച്ചിരിക്കുന്ന ഗ്ലാസ്, പുള്ളി യൂസ് ചെയ്യുന്ന വണ്ടി, ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ അകത്തും നമ്മള് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഏറ്റവും നമ്മളെല്ലാരും വെയിറ്റിംഗ്. ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വരുന്ന ആർട്ടിസ്റ്റിനൊക്കെ നമ്മളിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ സിനിമയുടെ മെയിൻ പരിപാടി അതാണ്. ക്ലൈമാക്സ് ആണ് അതിന്റെ മെയിൻ പരിപാടി. അത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഏറ്റവും ഹൈ മൊമെന്റ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഓഡിയൻസിനും അത് കിട്ടി. അപ്പൊ അതുവരെയുള്ള ഒരു കാര്യം നമ്മളെ കാണുന്ന ഓഡിയൻസിന് പെട്ടെന്ന് കത്തില്ല ഇതിങ്ങനെ ഒരു ചേഞ്ച് വരുമെന്ന്. അപ്പൊ അത് മെയിൻലി നമ്മൾ തുറപ്പായിട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത്. ഈ തെറി പറയുന്ന ആൾക്കാരും ഇല്ലെങ്കിൽ അടി വന്ന് ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കും അത് സമ്മതിച്ച് തരാതെ വേറെ നിർവാഹമില്ല. അവരും സമ്മതിക്കണം, അത് കുഴപ്പമില്ല, 20 മിനിറ്റ് കുഴപ്പമില്ല, എന്നാലും നീ ബാക്കി പറയണം. അവരതും സമ്മതിക്കുന്നുണ്ട്. അതുപോലെ ഡീം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ വിളിച്ചാലും ഇപ്പൊ കണ്ടാലും ഇപ്പൊ ഏത് സമയത്ത് ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴും ആശാനൊരു പരിപാടി തന്നിട്ടുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പുള്ളി ചെയ്യുമ്പോൾ, പ്രസന്റ് ചെയ്യുമ്പോൾ. നമ്മള് ഞാൻ മോണിറ്ററിൽ കാണുമ്പോൾ തന്നെ ഗൂസ് ബംസ് ആയിരുന്നു ആ ടൈമിൽ. ഇത് കാണുമ്പോൾ ലൈവ് കാണുമ്പോൾ ഭയങ്കരമായിരുന്നു പുള്ളിയുടെ പെർഫോമൻസ്. അപ്പോ എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഫസ്റ്റ് ഡെമോയിൽ കിട്ടിയ ആ 20 മിനിറ്റ്സ് കാര്യമാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെ വരെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ, അത് മോശമാണെന്നുള്ള രീതിയിൽ. അപ്പൊ അത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഡീഗ്രേഡിങ് പോയിക്കൊണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഷൂട്ട് തുടങ്ങി ഇത് റിലീസ് വരെയുള്ളൊരു വലിയ ടൈം ഉണ്ടല്ലോ, പലപ്പോഴും പലരും കൺഫ്യൂസ്ഡ് ആവാം. എഴുതിയ സമയത്ത് ഷൂട്ട് ചെയ്ത സമയത്ത് ട്രെൻഡ് ആവണമെന്നില്ല, അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമ ലിറ്ററസിനെ മാറിയിട്ടുണ്ടാവാം. മൾട്ടിപ്പിൾ ഭാഷകളിൽ സിനിമകൾ കാണുന്നിടത്തൊക്കെ സിനിമ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പോലെ ഇന്ന ദിവസം ഇവിടെ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇത്തരം ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ കൺസീവ് ചെയ്ത, എഴുതിയ, ഷൂട്ട് ചെയ്ത, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ സിനിമ എത്തുമ്പോൾ ഇത് പഴയതാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ ടൈമിൽ പ്രാക്ടിക്കലി ഇത് ആളുകൾ കണക്ട് ആവുന്നു, അത്തരം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ വരും എന്നൊന്നും നമ്മൾക്ക് അറിയില്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞ പോലെ ബ്രേക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത്. അപ്പോൾ ആദ്യം കുറച്ച് ഏരിയാസ് നമ്മൾ ഷൂട്ട് ചെയ്ത്, പിന്നെ അക്കീമിന് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. ആ ടൈമിൽ നമ്മൾ ബ്രേക്കായി. പിന്നെ നമ്മളുടെ കുറച്ച് ആക്ടേഴ്സിന്റെ ഡേറ്റ് ഇഷ്യൂസ് വന്നായിരുന്നു, നമ്മളും ബ്രേക്കായി.
അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ഇത് ഓർഡറിൽ നമുക്ക് തീർന്നിട്ടില്ല. അപ്പം നമ്മൾക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആവും എന്താവും എന്ന്. പക്ഷെ നമ്മുടെ ടീം അതിനൊരു പ്ലാൻഡ് ആയിരുന്നു, ഇത് ഇങ്ങനെ ചാർട്ട് ചെയ്ത് ഇങ്ങനെ പോവുള്ളൂ, അപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാണാത്ത സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെ വരും. ഏറ്റവും അവസാനം നമ്മൾ എഡിറ്റ് ചെയ്ത് ഫൈനൽ കണ്ടപ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ പ്ലേസ് ആയി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നത് ദൈവാനുഗ്രഹം കൊണ്ട് വന്ന. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അതിൽ നിന്ന് പോയാൽ അല്ലെങ്കിൽ പാളിയാൽ ചിലപ്പോൾ ആ സ്റ്റേജിങ് മൊത്തം പൊളിയുമായിരുന്നു. അപ്പം നമ്മൾ ബസ് ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ LED വാൾ വെച്ചിട്ട് സെറ്റ് ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്പീഡിലാണ് ഷൂട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഫാസ്റ്റിൽ. അപ്പം നമ്മൾ നൈറ്റ് കാണിക്കുന്ന നേരെ LED വാൾ അങ്ങനെ നൈറ്റ് ആക്കും, അതിൻ്റെ പ്ലേറ്റ്സ് എല്ലാം നൈറ്റ് ആവും. അപ്പം നമ്മൾ അതിനെന്തെങ്കിലും മാറ്റം വന്നാൽ മൊത്തം പ്രശ്നമാവും. അപ്പൊ ഭയങ്കര സൂക്ഷിച്ച് കാര്യം ചെയ്തില്ലെങ്കിൽ ഭയങ്കര ടൈം കാര്യങ്ങളെല്ലാം ഈ ജേർണിയുടെ കണ്ടിന്യൂറ്റി. അതെ അതെ അതെ, അതുകൊണ്ടായിരുന്നു. ഇവരുടെ മൂഡ് കണ്ടിന്യൂറ്റീസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർഡറിലല്ല ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അതെല്ലാം കറക്റ്റ് ഓർഡറിൽ വന്ന് പ്ലേസ് ആയി. എനിക്കൊണ്ട് ഫസ്റ്റ് ഹാഫിലാണ് ബെസ്റ്റ് സീക്വൻസ് ഉള്ളത്, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇല്ല, 1-2 പോർഷനിലേ ഉള്ളൂ. ഈ അക്കിയുടെ ഈ ആക്സിഡന്റ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. അവൻ പോയി വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലാണ്. എന്നെ ഇപ്പൊ മലയാള സിനിമയിൽ വിളിക്കുന്നത് പരിക്കൻ. ആള് പരിക്കനായതുകൊണ്ടല്ല, പരിക്കാണ്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ജിത്തു സാറിന്റെ ലൊക്കേഷനിൽ വെച്ച്, മിറാഷിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ട് കാല് പൊട്ടി. അങ്ങനെ ചെറിയ അങ്ങനെ പ്രണയവിലാസിന്റെ ലൊക്കേഷന്റെ ലിഗമെന്റ് മൂന്നെണ്ണം പൊട്ടി. അങ്ങനെ പരിക്കനാണ് മൊത്തത്തിൽ. ഇത് ഭയങ്കര മേജർ ആക്സിഡന്റ് ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ഞങ്ങള് ആ ചേസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് എന്നാ 1 more പോവാന്ന് പറഞ്ഞു. ഞാൻ വണ്ടി തിരിക്കുന്നു, അത്ര എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടുവന്നവർ പറഞ്ഞാൽ ഞാൻ ആ വണ്ടി എടുത്ത് പോയ വഴിക്ക് അതിന്റെ അത് ഷോട്ടിലേക്ക് പോകുന്ന വഴിക്ക് അതിന്റെ ഫ്രണ്ട് പൊങ്ങുമ്പോൾ ഒറ്റ വീലല്ലേ ഉള്ളൂ. അപ്പോൾ നേരെ പോയി ഡിവൈഡറിൽ പോയി കയറി. വണ്ടി ഞാനൊരു 10-15 മീറ്റർ അപ്പുറേ തല പോയി അടിച്ച് മറ്റേ ഇതിന്റെ ഇടയിലൂടെ, അതിന്റെ ഇതുണ്ടല്ലോ ഡിവൈഡറിന്റെ ഇടയ്ക്ക് കമ്പികളുണ്ടല്ലോ, ഈ കമ്പിയുടെ ഇടയിൽ കൂടെ അപ്പുറേ തല ഞാനിപ്പുറേ. വണ്ടി പൊളിഞ്ഞ് ഫ്രണ്ട് സൈഡൊക്കെ പൊളിഞ്ഞു പോയി. അങ്ങനെ ഇവര് ഓടി വന്ന് തന്നെ എടുത്തു കഴിഞ്ഞ് നേരെ ആസ്ട്രേ കൊണ്ടുപോയി. എനിക്ക് ബോധം വരുമ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. എനിക്ക് ആൾക്കാരെ ഓർമ്മ കിട്ടുമ്പോൾ എനിക്ക് വേറെ ആരും ഓർമ്മയില്ല. ഡീനൊന്നും എനിക്ക് കണ്ടറിയില്ല, സുജിത്തിനെ മാത്രം ഓർമ്മയുണ്ട്, എന്റെ ചീഫ് ഉണ്ടായിരുന്നു. പുള്ളിനെ മാത്രം എനിക്ക് ഓർമ്മയുണ്ട് കണ്ടു കഴിയുമ്പോൾ. കാരണം പുള്ളി എന്റെ പഴയ ഫ്രണ്ടാണ്. പുതുതായിട്ട് പരിചയപ്പെട്ട 2 മാസത്തിൽ പരിചയപ്പെട്ട ആരും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പിന്നെ റിക്കവറായി വന്നു. എനിക്കൊരു 2 ആഴ്ചത്തേക്ക് 2-3 ആഴ്ചത്തേക്ക് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നെ തൊട്ടാ എനിക്ക് ദേഷ്യം വരും. എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. ആൾക്കാരൊക്കെ പേടിച്ചു, എന്തോ മാനസികമായിട്ട് പ്രശ്നം. ഞാനും പേടിച്ചു പോയി, എനിക്ക് വട്ടായി പോയെന്ന് അവസ്ഥ. നമ്മൾ യൂസ് ചെയ്ത ഹെൽമെറ്റ് ആക്ച്വലി സൂപ്പർ ബൈക്സിനുള്ളതല്ല. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഫേസ് റിവീൽ ആവാൻ വേണ്ടി, ഫേസ് കാണാൻ വേണ്ടി ഫുൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്പ് ഇടാലോ. അങ്ങനെയാണ് മറ്റേ നമ്മളാ ആക്റ്റീവൊക്കെ കിടന്ന ഹെൽമെറ്റ്. ആക്ച്വലി ഡ്യൂപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അക്കി നിന്നിട്ട് ഓടിച്ചായിരുന്നു. അപ്പൊ ഡ്യൂപ്പ് ഇല്ലാണ്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, സൂക്ഷിക്കണം, വീണ സൂപ്പർ ബൈക്കാണ്, വീണ പൊടി പോലും കിട്ടത്തില്ല. അത് മാത്രമല്ല, ഈ ഹെൽമെറ്റ് വന്നപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞു, ഈ ഹെൽമെറ്റ് ആണ് പണിയാണ്, ഈ ഹെൽമെറ്റ് ആണ് പണിയാണ് ഞാൻ തുടക്കമിട്ടേ പറയുന്നത്. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോ അവിടെ ആൾക്കൂട്ടം കണ്ടു. ഞാൻ വന്നതിനിപ്പോ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, ആ കാർ ഓടിക്കണ ഡീനാട്ടോ, ആ കാർ ഓടിക്കുന്ന ഡീനാ. അപ്പൊ അത് ഡീൻ വേറെ എവിടെ ചേസ് ചെയ്ത് പോയല്ലോ, പുറകെ പോയ അവിടെ പോയി കണ്ണാടി നോക്കുമ്പോ ആൾക്കൂട്ടം. അങ്ങനെ തിരിച്ചു വന്നിട്ട് നമ്മള് നോക്കിയപ്പോ ആൾക്കൂട്ടം കണ്ടു. അവര് വന്നിട്ട് പറഞ്ഞു, നീക്ക് എന്ത് ഇവിടെ കിടന്ന് കാണിക്കുന്നത്, അവനവിടെ ചത്ത് കിടക്കുന്നുണ്ട്, പോയി എടുക്കാൻ പറഞ്ഞു. ഡീൻ തളർന്നു പോയി. ഡീനില്ല. ഞാൻ എണീറ്റിട്ട് ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു, ഏത് നേരത്താണ് ഇത് എടുക്കാൻ തോന്നി പറഞ്ഞിട്ട്. അങ്ങനെയാണ് ആദ്യം അവിടെ സ്പ്രെഡ് ആയ ന്യൂസ്. അങ്ങനെ അവിടെ ആള് പോയി. കാരണം മലന്നടിച്ച് കിടക്കുക, ബോധമില്ലല്ലോ. അയ്യോ, ഭയങ്കര ട്രോമയാണത്. അപ്പൊ ഞാൻ നോക്കുമ്പോ ക്യാമറമാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, നിമിഷ് നിൽക്കുന്നുണ്ട്. നിമിഷിനെ പോയിട്ട് ഞാൻ കെട്ടിപ്പിടിച്ച് കരയാം. ബൈക്കിൽ നിന്നുള്ള വീണിരിക്കുന്നു, സൂപ്പർ ബൈക്ക്, അത് ഹൈ സ്പീഡിൽ പോകില്ല. അപ്പൊ നോക്കുമ്പോ പുള്ളി എണീറ്റ് ഇങ്ങനെ പൊക്കി എണീപ്പിച്ചു. അപ്പൊ പിന്നെ സമാധാനമായി. ആർക്കും നമ്മൾ അടുക്കാൻ പേടിയാ. അത് അവിടെ ഷൂട്ട് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാരും കൂടി ചുറ്റും കൂടി ക്രൂവിന് അടുക്കാൻ പറ്റാനുള്ള ആ കൂടിയ ആൾക്കാരെല്ലാം പറഞ്ഞ ആള് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും ഇങ്ങനെ ഷോക്കായിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ എണീപ്പിച്ചപ്പോ ഞാൻ എണീറ്റു, കണ്ണു തുറന്നു എന്നൊക്കെ പറയുന്നു. ഇവരൊക്കെ മുഖത്ത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ വണ്ടിക്കകത്ത് കയറി. അപ്പോഴത്തെ എല്ലാരും വന്നു, വണ്ടി വന്നു, ഇനോവ വന്നു, ആൾക്കാരെല്ലാം കയറി വിട്ടടിച്ച് പോയി.
ഇവിടെ ഒരു സ്കാർ ഉണ്ടല്ലേ, ഇപ്പോഴും ഉണ്ട്. അങ്ങനെ കുറച്ച് ഷൂട്ട് ബ്രേക്ക് ആയിരുന്നു. പിന്നെ പുള്ളി റിക്കവറായി വന്നിട്ടാണ് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്തത്. ഇപ്പൊ ഇത്രയും സംസാരിച്ചു, ഇപ്പൊ അവസാനം ചോദിക്കുവാണെങ്കിൽ ഈ മുന്നോട്ടുള്ള കരിയർ ഉറപ്പായിട്ടും ഇപ്പോ ഡിനോ അടുത്ത സിനിമ എന്നുള്ളത് ഈ വലുപ്പത്തിൽ നിന്ന് ഇനി എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ആലോചനകൾ, കാര്യങ്ങള് എന്താണ്? അതായത് എനിക്ക് ഇങ്ങനെ കോംപ്ലക്സ് പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വലിപ്പം ചെറുപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ ഒരു പ്ലാനിങ്ങിൽ ഒരു സ്റ്റോറി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇതേപോലെ ഒരു കോംപ്ലക്സിറ്റി ഉള്ളത് തന്നെയാണ്. സൈക്കോളജിക്കൽ അത് അങ്ങനെയല്ല, പക്ഷെ സ്ക്രീൻ പ്ലേയിൽ കുറച്ച് കോംപ്ലക്സിറ്റി ഉണ്ട്. എനിക്ക് ആ ഒരു മൂഡ് പരിപാടി ഇഷ്ടമാണ്. അങ്ങനെയാണ്. എന്താ പുതിയ പരിപാടി? എൻ്റെ പരിപാടി ഇനിയിപ്പോ മീശ എന്ന് പറയുന്ന പടം റിലീസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നോബഡി ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിഖിലും ഞാനും കൂടെ പെണ്ണ് കേസ് എന്ന് പറയുന്നത്, മിറാഷ് ജിത്തു സാറിന്റെ ചെറിയ വലിയ ലൈനപ്പ്, പല ജോൺറേ, പല സിനിമകള്. നോബഡി വരുമ്പോ ഈ റൊഷാക്കിന് ശേഷമുള്ള ഇതായിരുന്നു വലിയ സിനിമ. വലിയ സിനിമയും ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത്രയും പറയാൻ പറ്റും. അതെ, അത്രയും പറഞ്ഞാൽ മതി. പ്രേക്ഷകരുടെ എക്സൈറ്റ്മെന്റ് കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഇപ്പൊ ഭയങ്കര വലിയ ഷെഡ്യൂളാ കിടക്കുന്നത്. അപ്പൊ എങ്ങനെ വരും എന്നുള്ള ഈ ഗെറ്റപ്പ് അതിന്റെ ഈ ഗെറ്റപ്പ് അതിന്റെ മൊത്തം ഒന്ന് കണ്ടാലല്ലേ നമുക്ക്. അതെ അതെ. അപ്പൊ അത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു. ബസൂക്കി വരാൻ പോകുന്ന കരിയർ ഭയങ്കര അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.